6 വർഷങ്ങൾക്ക് മുൻപാണ് ജസ്നയെ കാണാതാകുന്നത്. മുണ്ടക്കയത്തെ ബന്ധുവീട്ടിലേക്കിന്ന് പറഞ്ഞിറങ്ങിയ ജസ്ന എവിടെയെന്നതാണ് ഒരു ചോദ്യമായി തന്നെ ഇപ്പോഴും ബാക്കിയാകുന്നത്. ഇക്കഴിഞ്ഞ 6 വർഷങ്ങൾക്കിടയിൽ ജസ്നയെ പലയിടങ്ങളിൽ വെച്ചു കണ്ടുവെന്ന മൊഴികളുടെയും വെളിപ്പെടുത്തലുകളുടെയും അടിസ്ഥാനത്തിൽ പലതരത്തിലുള്ള അന്വേഷണങ്ങളും നടന്നിരുന്നു. പക്ഷേ ഒരു വിവരവും ലഭിച്ചില്ല. പെൺകുട്ടിയെ പിതാവ് അപായപ്പെടുത്തിയെന്നടക്കം നിരവധി ദുരൂഹതകളും അഭ്യൂഹങ്ങളും കേസിൽ ഉയർന്നു വന്നിരുന്നു. ലവ് ജിഹാദ് അടക്കം കേസിൽ ഉയർന്ന അഭ്യൂഹങ്ങൾ നിരവധിയായിരുന്നു. എന്നാൽ CBI അന്വേഷണത്തിൽ ഈ അഭ്യൂഹങ്ങളൊന്നും ശരിവെക്കപ്പെട്ടില്ല. മാത്രമല്ല, ജസ്നയെ കണ്ടെത്താൻ കഴിയാതെ കേസ് ഏതാണ്ട് പൂർണ്ണമായും അവസാനിക്കുന്ന നിലയിലായിരുന്നു. ജസ്ന മരിച്ചതിനും മതപരിവർത്തനം നടത്തിയതിനും തെളിവില്ലെന്ന് CBI കോടതിയിൽ അറിയിച്ചിരുന്നു. CBI ക്ലോഷർ റിപ്പോർട്ട് സമർപ്പിച്ചതിനു പിന്നാലെ ജസ്നയുടെ കുടുംബം തടസ്സഹർജിയും നൽകിയിരുന്നു. തുടർന്ന് ജസ്നയുടെ തിരോധാനം സംബന്ധിച്ച് പുതിയ വിവരങ്ങൾ ജസ്നയുടെ പിതാവ് വെളിപ്പെടുത്തുകയും തെളിവുകൾ മുദ്രവെച്ച കവറിൽ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് തുടരന്വേഷണത്തിന് തയ്യാറാണെന്ന് CBI കോടതിയിൽ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് മുണ്ടക്കയത്തെ ഒരു ലോഡ്ജിൽ വെച്ച് ഒരു ചെറുപ്പക്കാരനൊപ്പം ജസ്നയെ കണ്ടുവെന്ന അപ്രതീക്ഷിത വെളിപ്പെടുത്തലുണ്ടാകുന്നത്. ലോഡ്ജിലെ മുൻ ജീവനക്കാരിയാണ് വെളിപ്പെടുത്തലുമായി രംഗത്തു വന്നത്. ഇതുമായി ബന്ധപ്പെട്ട് CBI വീണ്ടും അന്വേഷണം നടത്താൻ രംഗത്തെത്തിയിട്ടുണ്ട്. മുണ്ടക്കയത്തെ ലോഡ്ജുടമയുടെ മൊഴി CBI രേഖപ്പെടുത്തി. ലോഡ്ജിൽ അന്വേഷണം നടത്തുന്നതിനോടൊപ്പം കേസിലെ മറ്റു വിവരങ്ങളും CBI ശേഖരിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ വെളിപ്പെടുത്തൽ നടത്തിയ ലോഡ്ജ് ജീവനക്കാരുടെ മൊഴിയും CBI സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.